സണ്ണി ചേച്ചിനെ കാണാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല രസമായിരുന്നു. ഞാൻ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സോങ്സും അഭിനയിച്ച പടം അത് തന്നെയാണ്. അച്ഛനും അമ്മയും പണ്ടേ ഡാൻസേഴ്സ് ആണോ? ഞാൻ കൂടുതലും തമിഴില് റീൽസ് ചെയ്യും. തമിഴ് സോങ്സ് റീൽസ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. തമിഴില് തീരാക്കാതൽ, കോഫി വിത്ത് കാതൽ. ഈ തമിഴിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി എങ്ങനെ വന്നു? സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എല്ലാവർക്കും പരിചിതമായ വൃദ്ധി വിശാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഡാൻസറെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. സോ നമുക്ക് വൃദ്ധിയോട് ചോദിച്ചറിയാം വൃദ്ധിയുടെ കാര്യങ്ങൾ. വൃദ്ധി, സോ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വൃദ്ധിയോട് ചോദിക്കട്ടെ. വൃദ്ധിയെ കുറിച്ചും ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ പറയാവുന്നുള്ളൂ, സിമ്പിൾ. സോ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, എന്താണ് ഈ പേരിന്റെ അർത്ഥം? വൃദ്ധി വിശാൽ, വൃദ്ധിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഗ്രോത്ത്, അഭിവൃദ്ധി. വൃദ്ധി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പൊ? ഞാൻ 5th പഠിക്കുന്നു. 5th. ഏത് സ്കൂളിലാണ്? ശ്രീ ശങ്കര വിദ്യാലയ. അതെവിടെയാ? എളമക്കര, പുന്നക്കല്ല്. സോ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയോ വൃദ്ധി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്? എല്ലാവർക്കും അറിയാം. പഠിത്തത്തിനെ ബാധിക്കാറുണ്ടോ? പഠിക്കാൻ മിടിക്കുകയാണോ? പഠിത്തത്തിന് ഈ ഡാൻസ് പ്രോഗ്രാംസ് എല്ലാം ബാധിക്കാറുണ്ടോ? കാരണം എല്ലായിടത്തും നിന്ന് നടക്കുകയല്ലേ, അപ്പൊ നമുക്ക് പഠിത്തം എല്ലാ ദിവസവും ഡേ ടു ഡേ സ്റ്റഡീസ് നടക്കത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? ലീവ് ആവുന്ന ദിവസങ്ങളെല്ലാരും എനിക്ക് ഫ്രണ്ട്സിന്റെ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നോട്ട്സ് അയച്ചു തരുമ്പോ നോട്ട്സ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. അനിയനായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണ് അല്ലേ? എപ്പോഴും അനിയൻ കൂടെ ഉണ്ടാവും ഡാൻസ് ചെയ്യുമ്പോഴും. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അതിനകത്തെല്ലാം കാണാം. അനിയനും ഭാവിയിൽ ഇതുപോലെ വരുമോ? ഡാൻസർ ആവുമോ? ഏറ്റവും കൂടുതൽ വൃദ്ധീനെ ഇൻഫ്ലുവൻസ് ചെയ്യണത്, അത് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലിയിൽ ഫാദർ ആണോ മദർ ആണോ? രണ്ടുപേരും. എന്നാൽ കുറച്ച് കൂടുതൽ രണ്ടുപേരും കൂടി ചെയ്യും. കുറച്ചും കൂടി കൂടുതൽ അമ്മയും. അത് ശരി. അച്ഛനും അമ്മയും പണ്ടേ ഡാൻസേഴ്സ് ആണോ? അവരപ്പോ ഡെയിലി അവരും ഇതിനകത്ത് പങ്കാളികളാണ് എല്ലാ പ്രോഗ്രാംസിലും? വൃദ്ധീനെ പഠിപ്പിക്കാനും വേറെ ട്രെയിനേഴ്സ് ഉണ്ടോ അച്ഛനും അമ്മയും അല്ലാതെ? ഇല്ല, അച്ഛനും അമ്മയും തന്നെ ഉള്ളത്. അച്ഛനും അമ്മയും തന്നെയാണ് ഉള്ളത്. അച്ഛൻ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ ഡാൻസ് കളിക്കാനൊക്കെ അല്ലേ? വൃദ്ധീനേക്കാൾ സ്പീഡിൽ ചില ഡാൻസിൽ കണ്ടിട്ടുണ്ട്. എന്താ അച്ഛനെ കുറിച്ച് പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അച്ഛനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അച്ഛനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. കാരണം ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അച്ഛൻ വന്നത് എവിടെന്നോ ദൂരെ നിന്ന് വന്ന് കയറിയിട്ട് വൃദ്ധി അച്ഛനും തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനം ഓർമ്മയുണ്ടോ വീഡിയോയില്? അപ്പൊ അത് കണ്ടപ്പോ തോന്നി അച്ഛനായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണെന്ന്. അച്ഛനും അമ്മയായിട്ട് ഇഷ്ടത്തിലായിരിക്കും, പക്ഷെ അച്ഛനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന്. സാധാരണ പെൺപിള്ളേർക്ക് അച്ഛന്മാരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതിൽ ഇച്ചിരി കൂടുതലുണ്ടോന്ന് തോന്നി. അപ്പ എപ്പോഴും എന്ത് പറഞ്ഞാലും അപ്പ ചെയ്തു തരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡാൻസും പഠിപ്പിച്ചു തരും, എല്ലാം ചെയ്തൊക്കെ തരും. ഇതുവരെ കളിച്ച ഡാൻസില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസ് ഏതാണ്? എല്ലാ ഡാൻസും ഇഷ്ടമായിട്ടുണ്ട്. കൂടുതലും കിട്ടുവിനോട് ചെയ്യുന്ന റീൽസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞങ്ങള് വാട്ടർ പാക്കറ്റ് ചെയ്തായിരുന്നു, അതായിരുന്നു എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഏറ്റവും സന്തോഷം തോന്നിയ മൊമെന്റ് ഏതായിരുന്നു? അതായത് ഇപ്പൊ വൃദ്ധിക്ക് സിനിമയിലോട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി, പിന്നെ അഡ്വർടൈസ്മെന്റിൽ അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയ മൊമെന്റ് ഏതായിരുന്നു? ഏറ്റവും സന്തോഷം തോന്നിയത് എനിക്ക് കുറേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആരുടെ ഒപ്പം അഭിനയിച്ചപ്പോഴാണ് സന്തോഷം തോന്നിയത്? ജയ് അങ്കിളിന്റെ കൂടെ. ജയ്, ഓക്കെ. ഏതായിരുന്നു ആ സിനിമ? ഏതായിരുന്നു? ഞങ്ങള് 3 പടം ചെയ്തു. അതിൻ്റെ അകത്ത് 2 പടം മാത്രമേ റിലീസായിട്ടുള്ളൂ. ഒന്ന് കോഫി വിത്ത് കാതലും, സെക്കൻഡ് തീരാക്കാതലും. തമിഴിലാണ് കൂടുതൽ. പിന്നെ മലയാളത്തിലോ? മലയാളത്തില് 2018 പിന്നെ കുറെ പടങ്ങൾ ചെയ്തു. കടുവ, സാറാസ്, ബസൂക്ക, ഐഡന്റിറ്റി, സീക്രട്ട്, കുറെ സിനിമ. കൂടുതൽ പ്രസൻസ് ഉള്ള പടം ഏതായിരുന്നു വൃദ്ധിയുടെ മലയാളത്തിലോ? ഇത് 2018 സാറസ്. തമിഴിലാണെങ്കിലോ? തമിഴില് തീരാക്കാതൽ, കോഫി വിത്ത് കാതൽ. ഈ തമിഴിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി എങ്ങനെ വന്നു? അത് റീൽസ് ഒക്കെ ചെയ്ത് ഞാൻ കൂടുതലും തമിഴില് റീൽസ് ചെയ്യും. തമിഴ് സോങ്സ് റീൽസ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ കണ്ടിട്ട് വിളിച്ച.
സാമന്തയുടെ ഒപ്പം ഞാൻ കണ്ടിരുന്നു. സാമന്തയുടെ ഒപ്പം അതെന്തായിരുന്നു ആ അനുഭവം? എന്താണ്? നല്ലായിരുന്നു. അതൊരു പ്രോഗ്രാമാണോ അതോ പ്രോഗ്രാം? അത് ബിഹൈൻഡ് വുഡ്സിന്റെ പ്രോഗ്രാം ആയിരുന്നു, അപ്പൊ ചെയ്തതാ. ഇപ്പൊ റീസെന്റ് വിസ്ത വില്ലേജ് സണ്ണി ലിയോണിന്റെ ഒപ്പം അതിനെ കുറിച്ചുള്ള ആ ദിവസങ്ങളിലെ അനുഭവങ്ങളൊന്ന് പറയാമോ? അതിന്റെ ആ ഷൂട്ടിന്റെ അനുഭവങ്ങളും. അത് നല്ല രസമായിരുന്നു. എനിക്ക് ഞാൻ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സോങ്സും അഭിനയിച്ച പടം അത് തന്നെയാണ്. പിന്നെ സണ്ണി ചേച്ചിനെ കാണാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല രസമായിരുന്നു. എല്ലാ ടൈമിലും എന്നെ തന്നെ പിടിച്ചോണ്ടിരിക്കുമായിരുന്നു. എന്നെ നല്ലപോലെ നോക്കി. സിനിമയല്ലാതെ അല്ലെങ്കിൽ ഈ മേഖലയല്ലാതെ വേറെ എന്താണ് ഒരു ഹോബി? ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. എനിക്ക് ഇനി എന്നിട്ട് ഞാൻ പറയാം. വേറെ കേൾക്കട്ടെ. ഡ്രോയിങ്സ് ഇഷ്ടമാണ്, സോങ്സ് ഇഷ്ടമാണ്, ഡാൻസിങ്, കളറിങ്, അങ്ങനത്തെ ഒക്കെ തന്നെ. അപ്പൊ കരാട്ടെ എന്ത് സംഭവം? അത് ടേക്കോണ്ടോയാണ്. അത് ടേക്കോണ്ടോ അത് പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഗ്രീൻ ബെൽറ്റ് ആയി. ഗ്രീൻ ബെൽറ്റ് ആയി. അതെന്തിനാ പഠിക്കണേ? അത് ഫൈറ്റിംഗ് അതോ ഇഷ്ടമുണ്ടായിട്ടാണ്? ഭാവിയിൽ എന്താവണമെന്നാണ് ആഗ്രഹം? എനിക്ക് ആക്ടർ അങ്ങനൊക്കെ തന്നെ. സിനിമ മേഖലയിൽ ഇഷ്ടമുള്ള ഭക്ഷണം? ഇഷ്ടമുള്ള ഭക്ഷണം പൊറോട്ട, ബീഫ്, ചിക്കൻ. കോമഡി പറയട്ടെ? കോമഡി ചോദ്യമാണ്. ഇപ്പോഴും കാല് വെച്ചാണോ സ്വിച്ച് ഓൺ ആക്കണേ? അല്ല. അതെന്താ കാല് വെച്ച് സ്വിച്ച് ഓൺ ആക്കണേ? അത് ടേക്കോണ്ടോ അടിച്ചപ്പോ ജസ്റ്റ് അത് വണ്ണിന് വേണ്ടി ചെയ്താ. അപ്പൊ ഇപ്പൊ വരാനിരിക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണ്? വരാനിപ്പോ വിസ്റ്റ വില്ലേജ് മാത്രമേ ഉള്ളൂ. വേറെ പ്രൊജക്ട്സ് വന്നിരുന്നതേ ഉള്ളൂ. അനിയൻ എന്താ വിളിക്കണേ? കിട്ടു. കിട്ടു. കിട്ടുവിനെ നമുക്കൊന്ന് ഇങ്ങോട്ട് വിളിച്ചാലോ? വിളിക്കോ? വിളിക്കും. കിട്ടു വാ. കിട്ടു ഇങ്ങോട്ട് വന്നേ. വാ കിട്ടു. വാ. ഓടിവാ. ഓടിവാ. കിട്ടു ഒരു ഷെയ്ക്കാൻ്റെ കിട്ടു. സോ ഇതാണ് വൃദ്ധിയുടെ കിട്ടു. ഇത് കൂടാതെ 2 ആൾക്കാരുണ്ട്, വൃദ്ധിയുടെ പേരൻസ്. അവരെ നമ്മൾ ക്യാമറയുടെ അടുത്തേക്ക് വിളിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താം. സോ വൃദ്ധിക്ക് എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ. വൃദ്ധി ഫിലിം ഇൻഡസ്ട്രീസിൽ മലയാളം മാത്രമല്ല അതർ ലാംഗ്വേജസിലും ഒത്തിരി ആൾക്കാർ അറിയപ്പെടുന്ന ഒരു താരമായി മാറട്ടെ. അത്രയും വൃദ്ധിയുടെ ആ ഡാൻസിലാണെങ്കിലും ആ ഇതിലൊക്കെ അത്രയും സിൻസിയോറിറ്റി ഉണ്ട്. ശരിക്കും എന്താ പറയുക, ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഒരു വ്യക്തിയാണ്, ഒരു കുട്ടിയാണ് വൃദ്ധി. അതുകൊണ്ട് അതെല്ലാം എല്ലാവിധ ആശംസകളും സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെയും എൻ്റെയും പേരിൽ വൃദ്ധിക്ക് നേരെയാണ്. വൃദ്ധി എന്നും നന്നായി വരട്ടെ. വൃദ്ധിയുടെ പേരൻസിനെ ഒന്ന് വിളിക്കട്ടെ. കാരണം വെച്ചാൽ മകൾക്ക് വേണ്ടി ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നടക്കുന്ന പേരൻസ് വളരെ വിരളമാണ്. വൃദ്ധിയുടെ പേരൻസിനെ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. വിശാൽ ആൻഡ് ഗായത്രി. പ്ലീസ് വിശാൽ, ഗായത്രി പ്ലീസ്. സോ ഇവരാണ് ഇതിന്റെ പുറകിലുള്ളവര്. വൃദ്ധിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇവരെ കുറിച്ച്? എന്തെങ്കിലും ഒരു വാക്ക്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്ക്. ഭയങ്കര സപ്പോർട്ട് ചെയ്യവരാണ് എന്നെ കൂടുതലും. എനിക്ക് അല്ലു അർജുനും വിജയനും ഭയങ്കര ഇഷ്ടമാണ്. അവരെ 2 പേരും കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇങ്ങോട്ടേക്ക് സിനിമയിലൊക്കെ കണ്ടോ? അവരെ കാണാം, നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. താങ്ക് യു ഗായത്രി, വൃദ്ധി. കിട്ടു